ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രിൻസസ് കട്ട് കോളർ കുത്തി ചെയ്യാനാണ്. അതിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മൾ ഈ 2.5 മീറ്റർ ഫാബ്രിക്കാണ് ഇതിന് വേണ്ടത്. ഇതൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ മെറ്റീരിയലിനെ നമ്മൾ 4ആയി മടക്കിയിടുക. ഇതിപ്പം ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതിനെ ഞാൻ 2ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി മടക്കുക. അങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടേക്കുകയാണ്. മുഴുവൻ ഫോൾഡായിട്ടുള്ള വശത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് മുഴുവൻ ഫോൾഡും ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളത്. തുണി ആദ്യം ലെവൽ ചെയ്തിടുക. അപ്പോൾ സമമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇടണം. അതിനുശേഷം ഏറ്റവും മുകളിലേക്കുള്ളത് ഏറിയും കുറഞ്ഞൊക്കെ കിടക്കുവാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നു. ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫുൾ ലെങ്ത് എത്രയാണ്, നിങ്ങളുടെ ഫുൾ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വരയ്ക്കുക. എനിക്കിവിടെ കുറവാണ്, മൊത്തം 42 ഉള്ളൂ. അപ്പോൾ എനിക്ക് 40 മതി. അപ്പം 42 കുഴപ്പമില്ല. 42 ഇതിപ്പോൾ ഫുള്ളും ഞാൻ എടുക്കുകയാണ്. അത് കാരണം നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തേക്കണം. ഇനി നമുക്ക് ഇത് ഞാൻ കോളറാണ് നെക്ക് എടുക്കുന്നത്. 36 ഇഞ്ചാണ് ബ്രസ്റ്റ് സൈസ് ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ഒരു 7.5 ഞാൻ ഷോൾഡർ ഇടുവാണ്. 7.5. അതെന്താണെന്ന് വെച്ചാൽ 7 ആയാലും എനിക്ക് മതി. പക്ഷേ എനിക്ക് ഇച്ചിരി ഫിറ്റ് വലിഞ്ഞൊന്നും നിൽക്കുന്നത് ഇഷ്ടമില്ലാത്ത കൊണ്ട് ഞാനൊരു 7.5 ഇടുവാണ്. 7.5. കഴുത്തിൻ്റെ അകലം ഇതിന് ഈ 32 തൊട്ട് 36 ഇഞ്ച് വരെ ബ്രസ്റ്റ് സൈസ് ഉള്ളവർക്ക് 3 ഇഞ്ചോ 3.25 ഇഞ്ചോ ഒക്കെ നമുക്ക് അകലം കൊടുക്കാം. 38 തൊട്ട് 40 വരെയുള്ളവർക്ക് 3.25. 40ഉം 42 ഒക്കെ ഉള്ളവർക്ക് അവർക്കും 3.25 തന്നെ മതി. അപ്പം ഞാനിവിടെ ഒരു 3.25. എനിക്ക് ഒരുപാട് ഇങ്ങനെ പിടുത്തമുള്ളതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ 3.25 ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കോളർ നെക്കിന് ബാക്ക് വേറെ വെട്ടേണ്ടതാണ്. പക്ഷെ എനിക്ക് ഇറക്കം തീരെ ഇല്ല. ഇറക്കം കുറവായതുകൊണ്ട് ഞാൻ മുകളിലേക്ക് ഒരു 3/4 ഇഞ്ചൊക്കെ ആഡ് ചെയ്ത് വെട്ടാം. അത് ഞാൻ വേറൊരു കുർത്തിയിൽ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ബാക്കിലേക്കൊന്നും കൂട്ടിയിട്ടിട്ടില്ല ബാക്ക് പീസ്. ഇതിപ്പം അല്ലാത്ത രീതിയിൽ ഞാൻ ചെയ്യുക. അപ്പോൾ 3.25 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കഴുത്തിൻ്റെ ഇറക്കം നോർമൽ സൈസായിട്ടുള്ള ആളുകൾക്ക് നെക്ക് ഇറക്കം 4 ഇഞ്ച് മതി. 4 ഇഞ്ച് അല്ലാത്തവർക്ക് 4.5 വരെയൊക്കെ എടുക്കാവേ. ഇതിപ്പോൾ 4 ഞാൻ എടുക്കുന്നുള്ളൂ. വീണ്ടും ഇവിടെ 3.25 ആഡ് ചെയ്തു. വീണ്ടും ഇവിടെ 4. അതൊരു സ്ക്വയറായിട്ട് വരക്കുക. സ്ക്വയറായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കൈക്കുഴി ഇവിടെ 7.5 അതുകൊണ്ട് ഇവിടെയും 7.5 തന്നെ കൈക്കുഴിയും 7.5 തന്നെ ഞാൻ മാർക്ക് ചെയ്യുവാണ്. അത് ഇവിടെയും 7.5 മാർക്ക് ചെയ്യുക. അതിനുശേഷം ബ്രസ്റ്റ് സൈസ് 36 അപ്പോൾ ഞാൻ ഇവിടെയും 7.5 ആം ഹോള്. അപ്പോൾ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. പിന്നെ ഇതിൻ്റെ ബ്രസ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ 36. അപ്പോൾ ഇത് കോട്ടൺ മെറ്റീരിയലാണ്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ലൂസ് ആഡ് ചെയ്ത് വേണം തയ്ക്കാനായിട്ട്. എന്ന് വെച്ചാൽ ചുരുങ്ങും. അപ്പോൾ 36ൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 37. ആ 37ൻ്റെ 4 കാണുക. അപ്പോൾ 9.25 വരും. ഇവിടെ വരും 9.25. അതിൻ്റെ കൂടെ നമ്മൾ നിങ്ങൾക്ക് എനിക്ക് ഇതിപ്പോൾ ഒരു പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് 2 ഇഞ്ചെങ്കിലും തയ്യൽ തുമ്പ് വേണം കേട്ടോ. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അതിനുശേഷം ഈ ലൈൻ ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കും. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കണ്ടോ. ഇത് തയ്യൽ തുമ്പ്. ഇപ്പം ഇതാണ് 9.25 ഇവിടം വരെ. ഇതിന് ശേഷം നമ്മൾ കൈക്കുഴി വരച്ചെടുക്കണം. അതിന് ഇതിൻ്റെ പകുതി കാണുകയും 7.5യുടെ പകുതി 3.25. അതിനുശേഷം ഇത് ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ആം റൗണ്ട് വരയ്ക്കണം. അതിനിങ്ങനെ ഈ സ്കെയിലുണ്ടെങ്കിൽ സ്കെയിൽ കൊണ്ട് വരച്ചാലും മതി. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിച്ചു ഈ പോയിൻറ്റും കൂടി ഇങ്ങനെ ആം റൗണ്ട് വരയ്ക്കുക. അതിനുശേഷം ഈ ചുരിദാറിൻ്റെ ബോഡി ഷേപ്പ്, നമ്മുടെ ബോഡിയുടെ ഷേപ്പ് അതാണ് വേസ്റ്റ്. അതൊരു 15 ഞാൻ മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ 13 പൊക്കം ഒട്ടും ഇല്ലാത്തവർക്ക് 13 ആണ്. ചിലർക്ക് 14.5 14. ഞാനിവിടെ 15.
കൊടുക്കുന്നു. വേസ്റ്റിൻ്റെ ഈ ചുരിദാറിൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 32 അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എത്രയാണ്? 33. 33ൻ്റെ 4 കാണുക. 33ൻ്റെ 4 8.25. ആ 8.25 നമ്മളിവിടെ മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെയും നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് 2 ഇഞ്ച്. ഇവിടെയാണ് ഈ സ്റ്റിച്ചിങ് വരുന്നതാണ് ഇവിടെ. ഇനി നമ്മൾക്ക് ഈ സീറ്റ് റൗണ്ട്, അതായത് ഹിപ്പിൻ്റെ വണ്ണം എടുക്കണം. 41. ഞാൻ സ്ലിറ്റിൻ്റെ ഇറക്കം ഇടുന്നത് 19.5 19.5 അവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഹിപ്പിൻ്റെ സൈസിൻ്റെ കൂടെയും 1 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം 41ൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 42. ആ 42ൻ്റെയും 4 കാണുക. അപ്പോൾ എത്രയാണ്? 10.5 വരും. 10.5. അപ്പോൾ ആ 10.5യിൽ നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. 10.5. അതിൻ്റെ കൂടെ നമ്മളൊരു 1.5 ഇഞ്ച് ഈ സീം അലവൻസ്, അതായത് ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് ഇവിടെ 1.5 ഞാൻ കൊടുത്തിട്ടുള്ളൂ. 2 ഇഞ്ച് വേണേലും കൊടുക്കാം, അത് നമ്മളിങ്ങനെ ഓർത്തിരിക്കണം. അപ്പം ഇത് 1.5. അപ്പം നമ്മളിവിടെ ഇങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നത്. ഇങ്ങനെയായിരിക്കും സ്റ്റിച്ച് വരുന്നത് ഈ ആദ്യത്തെ ലൈനിൽ കൂടെ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി അങ്ങ് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ ഇതിങ്ങനെ ജോയിൻ ചെയ്തു. ഇനി ഇവിടെ എത്രയാണോ ഫ്ലെയർ ഫുൾ എടുക്കണം. എന്നിട്ട് എത്ര ഫ്ലെയർ ഉണ്ടോ അത് ഫുള്ള് നമ്മളിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇതിവിടം വരെ മാർക്ക് ചെയ്താൽ മതി. എ ലൈൻ ആയിട്ടാണ് ഞാൻ എ ലൈൻ ചുരിദാറാണിത്. ഞാൻ സ്ലിറ്റ് ഇടുന്നില്ല. ഇനിയാണ് നമുക്ക് പ്രിൻസസ് കട്ട് മാർക്ക് ചെയ്യേണ്ടത്. ബ്രസ്റ്റ് പോയിന്റ് എവിടെയാണോ വരുന്നത് അത് നമ്മളിങ്ങനെ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ആക്കണം. അപ്പോൾ നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് എത്രയാണെന്ന് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടി ആഡ് ചെയ്യണം. അത് തയ്യൽ തുമ്പാണ് 1/2 ഇഞ്ച്. ബ്രസ്റ്റ് പോയിന്റ് 9.5. ആ 9.5യുടെ കൂടെ നമ്മളൊരു 1/2 ഇഞ്ചും കൂടി ചേർത്ത് 10 എൻ്റെ ബ്രസ്റ്റ് പോയിന്റ്. അതിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇത് ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലം കാണുക. അപ്പോൾ ഈ 32, 36 സൈസ് ഉള്ളവർക്കൊക്കെ ഒരു 7 ഇഞ്ചായിരിക്കും വരുന്നത്. 7 ഇഞ്ച്. അപ്പോൾ 3.5, 7ൻ്റെ പകുതി 3.5. അപ്പോൾ എനിക്കിവിടെ BP to BP എന്ന് പറയും. BP തമ്മിലുള്ള അകലം അത് 3.5. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പിടാം. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള തയ്യൽ തുമ്പ് വേണം. അപ്പോൾ 3.5യുടെ കൂടെ ഒരു 1/4 ഇഞ്ചിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾ 1/2 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ 4 കൊടുക്കുക. ഇപ്പം ഞാൻ 1/4 ഇഞ്ചിലാണ് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു 1/4.1 കൂടെ കൊടുക്കും. 1/4.1 എത്രയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതനുസരിച്ചാണ് ഇടേണ്ടത്. അപ്പോൾ ഞാനൊരു 1/4.1 കൊടുക്കണം. അപ്പോൾ 3.5യും ഒരു 3.25 ഒരു 0.1 കൂടി കൊടുക്കുന്നു. അപ്പം നമ്മൾ ആ സ്റ്റിച്ച് 1/4.1 തന്നെ സ്റ്റിച്ച് ചെയ്യണം, എങ്കിലേ ഈ അളവ് കറക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇതാണ് ബ്രസ്റ്റ് പോയിന്റ്. ഇനി നമുക്ക് ഈ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഷേപ്പ് കൊടുക്കണം. ഞാൻ അതിന് മുന്നേ ആം ഹോൾ ഒന്ന് അളന്ന് നോക്കാം. എനിക്ക് 17 ആം റൗണ്ട് ഉള്ളത്, അതുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 8.5 കഴിഞ്ഞൊരു ഇച്ചിയും കൂടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 3/4 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടൈറ്റായി പോകും കേട്ടോ. അപ്പോൾ 7.5 പോരാ, 8 വേണം. അപ്പോൾ 8 ഇടിച്ച് വെട്ടാം. കാരണം ഇവിടെ അല്ലെങ്കിൽ ഒരു പണി ചെയ്യാം, 3/4 ഇഞ്ച് ഇവിടെ സ്ലോപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ ഈ 3/4 ഇഞ്ച് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക. ഇവിടെ 3/4 ഇഞ്ച് കോളറിനൊക്കെ ആയതുകൊണ്ട് 3/4 ഇഞ്ച് നമ്മൾ സ്ലോപ്പ് കൊടുക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഈ 3/4 ഇഞ്ചിൽ ഇങ്ങനെ വരക്കുക ഷോൾഡറിലോട്ട്. അപ്പോൾ 3/4 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ. അവിടെ നിന്ന് നമ്മൾ ഈ 7.5 അടയാളപ്പെടുത്തിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പകുതി കണ്ടിട്ട് ഇതും കൂടി ആം റൗണ്ട് വരക്കുക. ഇനി ഇത് നമ്മളൊന്ന് അളന്ന് നോക്കുക. ഇവിടെ നിന്നാണ് അളക്കേണ്ടത്. ഈ സ്റ്റിച്ചിങ് വരുന്ന അവിടെ നിന്ന് 8.5 ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ എനിക്ക് കിട്ടി 8.5യും ഒരു 1/4 ഇഞ്ച് 1/4.1 കിട്ടിയിട്ടുണ്ട് തയ്യൽ തുമ്പും. ഈ 3/4 വരെയാണ് നോക്കേണ്ടത്. ഈ 3/4 ഇഞ്ച് താത്തി വരച്ചില്ലേ അവിടെ നിന്ന്. അപ്പോൾ ഇത് കറക്റ്റ് ആം റൗണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് കെട്ടേണ്ടത്. അപ്പോൾ ഈ കൈക്കുഴിയുടെ ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തുക. ഈ ഇവിടുന്ന് 1.5 ഇഞ്ച്
അവിടുന്ന് നമ്മൾ ഇതിലേക്ക് ഒരു കർവ് ചെയ്യുക. ഇങ്ങനെ ബ്രസ്റ്റ് പോയിന്റിലേക്ക്, അതായത് കൈകൊണ്ട് തന്നെ ചെയ്താൽ മതി, അതായിരിക്കും നല്ലത്. ഇങ്ങനെ ഇങ്ങനെ വരച്ചെടുക്കുക. അതിനുശേഷം ഹിപ്പിൻ്റെ അവിടം വരെ, നമ്മൾ ഈ ഹിപ്പിൻ്റെ അവിടം വരെ ഈ സെയിം ഈ 19 ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഹിപ്പിൻ്റെ അവിടം വരെ തന്നെ ഈ സെയിം തന്നെ നമുക്ക് ഈ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തില്ലേ 3.25.1 അത്രയും തന്നെ ഇവിടെയും അടയാളപ്പെടുത്തുക. ഹിപ്പിൻ്റെ അവിടം വരെ നമുക്ക് ഈ അളവ് തന്നെയാണ് വേണ്ടത്. ഹിപ്പിൻ്റെ അവിടം വരെ ഈ 3.25 തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ നേരെ ഇറക്കുക. ഇത്രയും ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരണം. അതിനുശേഷം നേരെ താഴെ നമ്മൾ ഇത് എത്രയാണോ അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. ഇങ്ങനെ പകുതി മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് നമ്മളിവിടെ ഇങ്ങനെ ചരിച്ച് വരക്കണം. ഇങ്ങനെ വേണം വരാൻ. ഇങ്ങനെ വന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെ ഇങ്ങനെ ഒന്ന് വളച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടാം. ഇപ്പോൾ വെട്ടാൻ വേണ്ടി ബാക്ക് പാർട്ട് അങ്ങനെ ചെയ്യരുത്, ഫ്രണ്ട് പാർട്ട് മാത്രം. പിന്നെ ഇവിടെ നമ്മൾ കൈക്കുഴി ഫ്രണ്ട് പാർട്ട് മാത്രം വേറെ എടുത്ത് വേണം കട്ട് ചെയ്യാനായിട്ട്. ഫ്രണ്ട് പാർട്ട് ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആയിട്ട് ബാക്ക് പാർട്ടിൻ്റെ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്യുക, 1/2 ഇഞ്ച്. അതിനുശേഷം ഇവിടെ ഇങ്ങനെ കുഴിച്ച്, ഇപ്പോൾ ഇവിടെ ആയിട്ട് ഈ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇവിടെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ ഇങ്ങനെ കൈക്കുടിയുടെ ഇവിടുന്ന് ഇങ്ങനെ 1/2 ഇഞ്ചിലേക്ക് ചരിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ കുഴിച്ച് വരണം. ഇതായിരിക്കണം ഫ്രണ്ട് പാർട്ട്. ഇത് ബാക്ക് പാർട്ടാണ്. ഇതൊന്നുമില്ല, ഇത് തെറ്റിപ്പോയതാണ്. ഇപ്പോൾ കട്ട് ചെയ്യേണ്ടത് ബാക്ക് പാർട്ടിൽ കൂടെയാണ്. ഫ്രണ്ട് പാർട്ട് അത് കഴിഞ്ഞ് ലാസ്റ്റ് കുഴിച്ച് വെട്ടാൽ മതി. തയ്ച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് കുഴിച്ച് വെട്ടാം. അപ്പം ഇങ്ങനെയാണ് തയ്ക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ റൗണ്ട്, ഇത് ഫ്രണ്ട് പാർട്ടിൽ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ, അതിങ്ങനെ ഒരുപാട് കുഴിച്ച് വരക്കരുത്. ഒരുവിധം ഇങ്ങനെ വെച്ചിട്ട് റൗണ്ട് വരച്ചെടുക്കുക. ഇങ്ങനെ മതി. കോളർ നമ്മൾ വെട്ടാനായിട്ട് ഒരുപാട് കുഴിച്ച് വെട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്ക് പാർട്ട് ഒരു 3/4 ഇഞ്ച് മാത്രം, ബാക്ക് പാർട്ട് 3/4 ഇഞ്ച് വെട്ടിയാൽ മതി. ഇത് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഈ ബാക്ക് പാർട്ടാണ് ഇപ്പോൾ വെട്ടിയെടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിത് മാറ്റിയിട്ടിട്ട് വേണം ഫ്രണ്ട് പാർട്ട് കഴുത്ത് നമ്മൾ വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. അതിന് മുന്നേ ഞാനൊരു കാര്യം വിട്ടുപോയി. ഈ താഴെ ഭാഗത്തായിട്ട് ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വേണം വരക്കാൻ, അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കും. അപ്പം നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. ബാക്ക് പാർട്ടിലാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്, ഫ്രണ്ട് നമ്മൾ പിന്നീട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ നമ്മളൊരു വി പോലെ വെക്കുന്നുണ്ട്. കാരണം ഈ കഴുത്ത് നമുക്ക് കയറത്തില്ല, കഴുത്തിൽ കൂടെ കയറത്തില്ല. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഒരു 7 ഇഞ്ച് 7 ഇഞ്ച് വരെ ഇങ്ങനെ താഴേക്ക് മാർക്ക്. ഇത് ഞാൻ സ്റ്റിഫിലാണ് വെട്ടുന്നത്. ഇവിടെ വെറുതെ കാണിക്കുന്നതാണ്. ഈ 7 ഇഞ്ചിലേക്ക് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഒരു ചെറിയ വി പോലെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 1.25 ഇഞ്ച്, 1.25 വേണ്ട, 1 ഇഞ്ച്. ഇവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇച്ചിരി ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഇവിടെ വരെയാണ് ഇങ്ങനെ ഞാൻ വരക്കും. ഇത് ഞാൻ സ്റ്റിഫിലാണ് വെട്ടിയെടുക്കുന്നത്. വേറെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ റൗണ്ട് പോലെ ആക്കാം. പക്ഷേ ഞാനിവിടെ ഇങ്ങനെ വി പോലെയാണ് വെട്ടാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും നമ്മുടെ തലയെ കൂടെ കയറത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വെട്ടി അതിനുശേഷം ഇങ്ങനെ വരിക. ഈ 3/4 ഇഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ നിർത്തുക. എന്നിട്ട് ബാക്ക് പാർട്ടിൽ കൂടെയാണ് ആദ്യം വെട്ടേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. ഇതിന് ശേഷം ഇത് ഇങ്ങനെ കട്ട് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇങ്ങനെ മാറ്റുക. അതിനുശേഷം ഇങ്ങനെ കറക്റ്റായിട്ടില്ല, ഇതും മാറ്റാം അകത്തുനിന്ന്.
ഇനി ബാക്ക് പാർട്ടി പണിയൊന്നുമില്ല. ഇത് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട്. ഓ, ഇത് ചരിച്ച് വെട്ടിയില്ലായിരുന്നു. ഇത് ചരിച്ച് വെട്ടാൻ മറന്നു പോയായിരുന്നു. ഞാനിതും കൂടി വെട്ടിയതല്ലേ. ഈ ഫ്രണ്ട് പാർട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ ബാക്ക് പാർട്ടുകൾ എടുത്ത് മാറ്റുക. ഇത് രണ്ട് നമ്മൾ മാറ്റിയേ. എന്നിട്ട് ഈ ഫ്രണ്ട് പാർട്ടുകൾ ഒരുമിച്ചിടുക. നമുക്ക് കട്ട് ചെയ്യാനുള്ള ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്തിട്ട് പോകാം. പക്ഷെ നമുക്ക് തയ്ക്കുമ്പോൾ പണിയില്ലല്ലോ. ഇതിങ്ങനെ സമമിടുക, ഇതും ഇങ്ങനെ സമമിടുക. ഇങ്ങനെ സമമിട്ടിട്ട് ശേഷം നമുക്കിതിൻ്റെ നെക്ക് ആദ്യം കട്ട് ചെയ്യാം. ആദ്യം കട്ട് ചെയ്ത് മാറ്റണം. മാറ്റി. ഇനി നമ്മൾ ഈ കുഴിച്ച് വെട്ടാനായിട്ട് വരച്ചിട്ടില്ലേ, അതൊന്ന് വെട്ടി മാറ്റാം. കട്ട് ചെയ്തു. അപ്പോൾ ഇനി ഞാനിവിടെ ചിലപ്പോൾ ഞാനിവിടെ പൈപ്പിംഗ് കൊടുക്കും. പാൻറ്റിൻ്റെ തുണിയുടെ പൈപ്പിംഗ് ചിലപ്പോൾ കൊടുക്കും. ഇത് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇപ്പോൾ കട്ട് ചെയ്യേണ്ട. ഞാൻ സ്റ്റിഫ് വെച്ചിട്ടാണ് 1.5 ഇഞ്ചും ഇവിടെ എത്രയുണ്ടെന്ന് നോക്കണം. 3 ഇഞ്ചും ഒരു 3 ഇഞ്ച് ഇറക്കത്തിലും ഒരു 1 ഇഞ്ച് വീതിയിലുമായിട്ട് ഞാനത് വെട്ടിയെടുക്കും. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ടാണ്. അപ്പോൾ നമുക്കത് ഈ സ്ലിറ്റിൻ്റെ അവിടെ സ്ലിറ്റ് ഇടുന്നില്ല. സ്ലിറ്റിൻ്റെ അവിടെ നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. പിന്നെ ഈ വളവിൻ്റെ അവിടെ ഒരു കട്ടിട്ട് കൊടുക്കാം. പിന്നെ ഈ ബ്രസ്റ്റ് പോയിൻ്റില്ലേ അവിടെയും നമുക്കൊരു കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെയായിട്ട് ഇവിടെ ഒന്ന് ചെറിയ കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ട്, മറ്റേത് ബാക്ക് പാർട്ട്. അപ്പോൾ ഇതേ സെയിം രീതിയിൽ തന്നെ നമ്മൾ ലൈനിങ് വെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ ഷേപ്പ് ചെയ്ത് ഇവിടുന്ന്. അത് ഞാനിത് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ അടിക്കുമ്പോൾ ഇങ്ങനെ വളച്ചടിച്ചാൽ മതി കേട്ടോ. കട്ട് ചെയ്യണേ കട്ട് ചെയ്യാം, പക്ഷെ അത് ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ കാര്യം നോക്കാം. ഇതിന് കൈ നീളം ചെറിയ കൈ വെക്കാനാണ് പോകുന്നത്. 4.5 മതി എനിക്ക്. 4.5യുടെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. അപ്പോൾ 6 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുക. അവിടുന്ന് 3 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ലൈൻ വരക്കുക. ഇനി ഇവിടുന്ന് വീണ്ടും 6ൽ വരച്ചിട്ട് 2.5 ഇഞ്ച് താത്തി വരക്കുക. പിന്നെ എൻ്റെ കൈയുടെ വണ്ണം 6.5 ഉണ്ട്. 6.5 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് ഇങ്ങനെ ചരിച്ച് വരക്കുക. ഇതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെയാണ് കൈ വരുന്നത്. ഓക്കെ, കട്ട് ചെയ്യാം. ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അറ്റത്ത് 2 കൈക്കുഴി കുഴിച്ച് വെട്ടണം. അതിനായിട്ട് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതും ഇങ്ങനെ ഒരുമിച്ചെടുത്തിട്ട് സമം വയ്ക്കണം. ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ട് കൈക്കുഴി മാത്രം നമ്മൾ കുഴിച്ച് വെക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെക്കുക. നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അതിന് ശേഷം നമ്മളിവിടെ ഒരു കട്ടിട്ട് കൊടുത്തേക്കണം. ഫ്രണ്ട് കൈക്കുഴിയാണെന്നറിയാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയിൽ നല്ല സുഖമാണ്. ഇതിൻ്റെ ലൈനിങ്ങാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാൻ അതേപോലെ തന്നെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ ഇതെടുത്ത് ബാക്ക് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ട് നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയിട്ടുള്ളതാണ്. ഇത് എടുക്കേണ്ട, ബാക്ക് പാർട്ട് എടുക്കണം. ബാക്ക് പാർട്ട് എടുത്തിട്ട് കഴുത്തൊന്നും നമ്മൾ വെട്ടേണ്ട കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കഴുത്തൊക്കെ ആ സമയത്ത് വെട്ടിക്കളഞ്ഞാൽ മതി. അടിച്ചു കഴിഞ്ഞ് വെട്ടാം. കട്ട് ചെയ്യും. എന്നിട്ട് ഇത് ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് ഇവിടുന്ന് കട്ട് ചെയ്യുക. കൂടുതലായിട്ട് വരുന്നതൊക്കെ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്താലും മതി. പിന്നെ ദേ ഇവിടെ ലൈനിങ് പീസിന് ഇവിടെ ആയിട്ട് ഇച്ചിരി ജോയിൻറ്റ് വരും. അത് നമ്മൾ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കും. തിരിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇതിങ്ങനെ ഇച്ചിരി കയറ്റി വെക്കണം. 4 പീസുണ്ട്. അപ്പം 4 പീസിനും വരും ആ ജോയിൻറ്റ്. ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ജോയിൻ ചെയ്തെടുക്കും. അപ്പം ഇത് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇത് ലെവൽ ചെയ്ത് ഇത്ര ഇറക്കവേ കിട്ടുന്നുള്ളൂ. അപ്പം നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ലൈനിങ്ങിന് ഒരുപാട് ഇറക്കം വേണ്ടല്ലോ. കൂടെ വരെ മതി. നന്നായിട്ട് കയറ്റി വെച്ചിട്ട് അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഒരു പിൻ ചെയ്ത് വെച്ചേക്കണം. ബാക്ക് പാർട്ടുകൾ ഒരുമിച്ച് വെക്കണം, മാറിപ്പോകരുത്. പാട്ട് ഫ്രണ്ട് പാർട്ടായിട്ട് മാറ്റി വെക്കണം. ഇനി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ ഉണ്ടാകുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.